ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള രാജ്യത്തെ പ്രമുഖ വിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യ അഭ്യസിച്ച കേരളത്തിലെ 140 ജനപ്രതിനിധികളിൽ ഒരാളായ വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. എന്നാൽ സമീപകാലത്തായി അദ്ദേഹം നടത്തുന്ന പല പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും കണ്ടാൽ സാധാ ഭാഷയിൽ പറഞ്ഞാൽ കിളി പോയോ എന്ന് നമുക്ക് സംശയം തോന്നും. ഈ വീഡിയോയ്ക്കൊപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു പൊതുവേദിയിൽ കുട്ടികൾക്കൊപ്പം ചാണ്ടി ഉമ്മൻ നൃത്തം വയ്ക്കുന്നതാണ്. ആറമാദം എന്ന ഗാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നൃത്തം വയ്ക്കുന്നതിൽ, കുട്ടികൾക്കൊപ്പം നൃത്തം വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ആളുകൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്നതിനും തെറ്റില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ഒരു രാഷ്ട്രീയമായ അപക്വതയുടെ ലക്ഷണമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനും പാർലമെന്ററി പാർട്ടി ലീഡർക്കുമെതിരെ വലിയൊരു വെട്ടി പൊട്ടിച്ചിട്ട് വിവാദ നായകനായി നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇത് പങ്കുവെക്കുന്നത് രാഷ്ട്രീയത്തെ അദ്ദേഹം സമീപിക്കുന്നതിൻ്റെ ഒരു സീരിയസ്നെസ്സിനെ സംശയിക്കുവാൻ ജനങ്ങൾക്കിട നൽകും. ഈ പോസ്റ്റ് മാത്രമല്ല, വിവാദങ്ങൾക്ക് ശേഷം ചാണ്ടി ഉമ്മൻ പങ്കുവച്ചിട്ടുള്ള പല പോസ്റ്റുകളിലും ഈ അപക്വത നിഴലിക്കുന്നുണ്ട്. വി.ഡി. സതീശനെതിരെ പ്രസ്താവന നടത്തിയതിൻ്റെ പിറ്റേന്ന് അദ്ദേഹം പങ്കുവച്ചത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന ഒരു ചിത്രമാണ്. അതിന് പ്രത്യേകിച്ച് ക്യാപ്ഷനൊന്നും നൽകിയിരുന്നില്ലെങ്കിലും മാധ്യമങ്ങൾ ഇതിനെ പലതരത്തിൽ വിശദീകരിക്കുകയും ഇതിന് പല വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്തു. ഇതോടുകൂടി തൻ്റെതായ ഒരു വിശദീകരണം നൽകുവാൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ലൈവ് വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് താൻ വലിയ സൈബർ ആക്രമണം നേരിടുന്നുണ്ടെന്നും തൻ്റെ പിതാവിനെതിരെ പോലും സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നും കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ളവർക്ക് അതിന് സാധിക്കുകയില്ല എന്നുമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു എന്നാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ പശ്ചാത്തലത്തിലുള്ള ഫോട്ടോയ്ക്ക് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് അവിടെ അതിനു മുമ്പിരുന്ന ഫോട്ടോ താൻ എടുത്തു മാറ്റിയിരുന്നു എന്നും ആ ഫോട്ടോ മാറ്റിയപ്പോൾ പുതുപ്പള്ളിയിലെ ജനം പാനിക്കായി എന്നും പേടിക്കേണ്ട, ഉമ്മൻചാണ്ടി അവിടെ തന്നെ ഉണ്ട് എന്ന് അവർക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താൻ പുതിയ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ചിത്രം താൻ പങ്കുവെക്കുകയും ചെയ്തു എന്നാണ്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ ദിവസങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് ഒരു പള്ളി സന്ദർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയാണ്. അത് ബാക്കിൽ നിന്ന് ബോധപൂർവം ആരെക്കൊണ്ടോ ചിത്രീകരിപ്പിച്ച് അതിനൊരു ഭക്തിഗാനത്തിൻ്റെ പശ്ചാത്തലവുമെല്ലാം നൽകിയിട്ടാണ് ഈ വീഡിയോ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുണ്ട്. ജനങ്ങൾ ഒരു നേതാവിനെ, ഒരു ജനപ്രതിനിധിയെ വിലയിരുത്തുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളിലൂടെയും അവർ സ്വീകരിക്കുന്ന നിലപാടുകളിലൂടെയുമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തങ്ങളുടെ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, തങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുവാൻ, ജനങ്ങളുമായി സംവദിക്കുവാനെല്ലാം ജനപ്രതിനിധികൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സമൂഹ മാധ്യമങ്ങൾ. ഇതിനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ചാണ്ടി ഉമ്മൻ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളിലുള്ള ഒരു അലസത എന്ന് പറയുന്നത്. തനിക്കൊരു രീതിയിലും ചേരാത്ത വസ്ത്രം, ഇറക്കം കുറഞ്ഞ ഷർട്ട് ഇടുക, മുണ്ട് വളരെ അലസമായി ധരിക്കുക, ഷർട്ടിൻ്റെ കൈ മടക്കാതിരിക്കുക, മുടി ചീകാതിരിക്കുക, ഇത്തരം ഗിമിക്കുകളിൽ നിന്ന്, ഉമ്മൻചാണ്ടിയുടെ അനുകരണത്തിൽ നിന്ന് പുറത്തു വന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം ഒരു ജനപ്രതിനിധി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ചാണ്ടി ഉമ്മൻ സ്വന്തമായി ഒരു വ്യക്തിത്വം രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചപ്പോൾ എല്ലാവരും, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പ്രത്യേകിച്ചും ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം, കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുമാത്രമേ ചാണ്ടി ഉമ്മൻ വിനിയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. എന്നാൽ അദ്ദേഹത്തെ ആളുകൾ വിമർശിച്ചപ്പോൾ അത് പിതാവിനെതിരെയുള്ള സൈബർ ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ചാണ്ടി ഉമ്മൻ ഈ സഹിഷ്ണുത തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളോട് കാട്ടുന്നില്ല എന്ന ആരോഗ്യകരമായ ഒരു വിമർശനം കൂടി ഈ വീഡിയോയിലൂടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം വളരെ ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു വിമർശനമാണ്. ഒരുപാട് ഭാവിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസിൽ വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ്. ഇത്തരത്തിലുള്ള ഒരാൾ വളരെ ചാബല്യങ്ങൾ നിറഞ്ഞ പ്രകടനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ സീരിയസ് ആയി കാണണം എന്ന ചിന്ത പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇത് സംഭവിച്ചില്ല എങ്കിൽ ചാണ്ടി ഉമ്മൻ ഒരു കോമാളിയായി ജനങ്ങൾക്കിടയിൽ ചിത്രീകരിക്കപ്പെടും. ഈ അവസരം എതിർ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കും, പാർട്ടിക്കുള്ളിലെ ശത്രുക്കൾ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ മൂക്കുന്നതിന് മുമ്പേ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ പ്രതിഭാസമായി ചാണ്ടി ഉമ്മൻ എന്ന പുതുപ്പള്ളിയുടെ ജനപ്രതിനിധി മാറാതിരിക്കാൻ, ഉമ്മൻചാണ്ടിയുടെ മകൻ മാറാതിരിക്കാൻ അദ്ദേഹം ജാഗ്രത പുലർത്തണം. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ ഉപദേശങ്ങൾ നൽകണം. എങ്കിൽ മാത്രമേ കോൺഗ്രസിൽ അദ്ദേഹത്തിന് മികച്ച ഒരു ഭാവിയുള്ളൂ.
കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് മികച്ച ഒരു ഭാവിയുള്ളൂ. ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.